പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ശ്രുതി ലക്ഷ്മി. നിരവധി സീരിയലുകളിൽ നായികയായും വില്ലത്തിയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ശ്രുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സ്റ്റാറാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ 5ാം സീസണിൽ പങ്കെടുത്തതിന് ശേഷമാണ് ശ്രുതിക്കും ആരാധകരുടെ പിൻബലം കൂടിയത്. ബിഗ് ബോസ് ഷോയിലേക്ക് പോയതിനു ശേഷം നടിയെപ്പറ്റി പലതരം വാർത്തകൾ വന്നിരുന്നു. അതെല്ലാം പുറത്തും അകത്തും ചർച്ചയാവുകയും ചെയ്തു. ചിലപ്പോൾ ദാമ്പത്യം പോലും തകർന്നേക്കുമെന്ന അവസ്ഥയിലേക്കും സോഷ്യൽ മീഡിയ കാര്യങ്ങൾ എത്തിച്ചെങ്കിലും അതിനെന്നും മറികടന്ന് സന്തുഷ്ടരായി ജീവിക്കുകയാണ് നടി. ഏറ്റവും പുതിയതായി തന്റെയും ഭർത്താവ് എവിന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നടി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഭർത്താവിനൊപ്പം പങ്കുവച്ച ചിത്രങ്ങൾക്ക് നൽകിയ ക്യാപ്ഷനിലാണ് ഇന്ന് തങ്ങളുടെ വിവാഹ വാർഷികമാണെന്നും 8 വർഷത്തോളം നീണ്ട ദാമ്പത്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും നടി പങ്കുവച്ചത്. ഞങ്ങൾക്കിന്ന് 8ാം വിവാഹ വാർഷികമാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നിന്നോടൊപ്പം ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനോളം പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ പങ്കുവച്ച ഈ സ്നേഹം ലോകത്തിലെ എല്ലാ ഭൗതിക അതിർവരമ്പുകൾക്കും അപ്പുറമാണെങ്കിലും അതെല്ലാം എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ലവ് യു ലൈഫ് ലൈൻ എന്നാണ് ശ്രുതി അടിക്കുറിപ്പായി എഴുതിയിരിക്കുന്നത്. ബിഗ് ബോസ് ഷോയിൽ വന്ന സമയത്ത് ശ്രുതി ഏറ്റവും അധികം സംസാരിച്ചത് ഭർത്താവ് എവിനെ കുറിച്ചായിരുന്നു. എന്നാൽ ബിഗ് ബോസിന് അകത്തും പുറത്തുമുള്ള ചിലർ ഷോയിലെ ശ്രുതിയുടെ സൗഹൃദങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു. റിനോഷ് ജോർജുമായുള്ള ശ്രുതിയുടെ സൗഹൃദം വലിയ രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയിരുന്നു. മത്സരിച്ച ജിഷ്ണു ജോഷി പോലും ഇതിനെ വളച്ചൊടിച്ച് ശ്രുതിയെ മാനസികമായി തകർക്കുകയും ചെയ്തു. ഇൻഡസ്ട്രിയിലുള്ളവരും പറഞ്ഞു, ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ ബന്ധവും വിവാദവും ശ്രുതിയുടെ വ്യക്തിജീവിതത്തെ തന്നെ ബാധിക്കുമെന്ന് നടൻ മനോജ് കുമാർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. മുൻ സീസണുകളിൽ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം പല താരങ്ങളുടെയും പ്രണയം ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. പലരും ബന്ധം അവസാനിപ്പിക്കുമെന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി. ഈ ഒരു അവസ്ഥ ശ്രുതിയുടെ ദാമ്പത്യത്തിലും ഉണ്ടായേക്കുമെന്നായിരുന്നു പ്രചരണം. അതുപോലെ ശ്രുതിക്ക് സംഭവിക്കും എന്നടക്കം ചിലർ പ്രഡിക്റ്റ് ചെയ്തു. എന്നാൽ അത്തരം കിംവദന്തികൾക്കൊന്നും ശ്രുതിയുടെയും എവിന്റെയും ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയ ശ്രുതിയെ ഏറ്റവും അധികം പിന്തുണച്ചതും ചേർത്ത് പിടിച്ചതും എവിൻ തന്നെയാണ്. എവിന്റെ കൈ മുറുകെ പിടിക്കുമ്പോൾ ഈ ഗോസിപ്പുകളൊന്നും തന്നെ സംബന്ധിച്ച് ഒന്നുമല്ല എന്ന് ശ്രുതിയും പ്രതികരിച്ചു. ആ വിവാദങ്ങൾക്ക് ശേഷമുള്ള ശ്രുതിയുടെ ആദ്യത്തെ വിവാഹ വാർഷിക ആഘോഷമാണിത്. അത് സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു. വിഷ്ണു ജോഷി അടക്കമുള്ളവർ പോസ്റ്റിന് താഴെ ആശംസകളുമായി എത്തിയിട്ടുണ്ട്. ഷഫ്ന നിസാം, സെറീന, വിഷ്ണു ജോഷി, ശ്വേത മേനോൻ തുടങ്ങി സിനിമയിൽ നിന്നുള്ള താരങ്ങളും ബിഗ് ബോസ് താരങ്ങളും ദമ്പതിമാർക്ക് ആശംസ അറിയിച്ച് എത്തിയിരിക്കുകയാണ്. 2016 ശ്രുതിയും എവിനും വിവാഹിതരാകുന്നത്. കണ്ട് ഇഷ്ടത്തിലായ ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരാവുകയായിരുന്നു. ഒരിക്കൽ സ്വാസിക അവതാരകയായ റെഡ് കാർപ്പറ്റ് ഷോയിൽ എത്തിയപ്പോൾ ശ്രുതിയും എവിനും തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയുണ്ടായി. ആദ്യമായി കണ്ടുമുട്ടിയതും വിവാഹത്തിലേക്ക് എത്തിയതും ഒപ്പം രണ്ടുപേരുടെയും സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ഇവർ സംസാരിച്ചിരുന്നു. നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു എന്നായിരുന്നു സ്വാസികയുടെ ആദ്യ ചോദ്യം. എങ്ങനെ വേണമെങ്കിലും അതിനെ പറയാമെന്നായിരുന്നു ശ്രുതിയുടെ മറുപടി. താനാണ് പ്രൊപ്പോസലുമായി സമീപിച്ചതെന്ന് എവിൻ പറഞ്ഞു. ഡാൻസിലാണ് വീണുപോയത്. ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പരസ്പരം അറിയാൻ വേണ്ടി ഞങ്ങൾ 1 വർഷം ഇങ്ങനെ നടന്നു. കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്തായി വിവാഹത്തിലേക്ക് എത്തി. വീട്ടുകാർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും എവിൻ വ്യക്തമാക്കി. താൻ ആദ്യമായി കാണുമ്പോൾ വളരെ പാവമായിരുന്നു എവിനെന്നും അതാണ് തന്നെ ആകർഷിച്ചതെന്നും ശ്രുതി പറഞ്ഞു. ആദ്യം കാണുമ്പോൾ വളരെ പാവമായിരുന്നു എവിൻ. ഭയങ്കര സൈലന്റ് ആയൊരു വ്യക്തി. അതാണ് എന്നെ ആകർഷിച്ചത്. എന്റെ കൂടെ കൂടിയിട്ട് ആണോ എന്നറിയില്ല. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. എവിനൊരു തങ്കക്കുടമാണ്. എന്റെ വീട്ടുകാർക്ക് എന്നേക്കാൾ ഇഷ്ടം എവിനെയാണ്. ഈ കാണുന്നത് പോലെ തന്നെയാണ് എവിനെന്നും ശ്രുതി പറഞ്ഞു.